അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു റസൂൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയുണ്ടായി, ലം യക്തിബ് ഇബ്രാഹിമു ഖത്തുൻ ഇല്ലാ സലാസ കദിബാത്തിൻ. 3 കളവുകൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞിട്ടുണ്ട്. അതായത് സിന്തൈനി ഫി ദാത്തില്ല, 2 അള്ളാഹുവിൻ്റെ ദാത്തിന് വേണ്ടിയാണ്, തൗഹീദിന് വേണ്ടിയാണ് പറഞ്ഞത്. അതൊന്ന് ഇന്നി സക്കീമുൻ, ഞാൻ രോഗിയാണ്. സൂറത്ത് സാഫാത്തെ പറയുന്നു, നമുക്ക് വിവരിച്ചു തരാം. ഞാൻ രോഗിയാണെന്ന് രോഗമില്ലാതെ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു. ബൽ ഫഅലഹു കബീറുഹും, വിഗ്രഹങ്ങളൊക്കെ അവരാരാധിക്കുന്ന ദൈവങ്ങളൊക്കെ തച്ചുടച്ചിട്ടുണ്ട്, അത് ചെയ്തത് ആ വലിയ ആളാണ്, അവരോട് നിങ്ങൾ ചോദിക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു കളവും പറഞ്ഞു, 2 കളവ്. 3-മത്തെ കളവ് വാഹിദത്തൻ ഷെയ്നി, സ്വന്തം ആത്മരക്ഷയ്ക്ക് വേണ്ടിയാണ് 3-മത്തെ കളവ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞത്. അത് വിവരിക്കാം. എന്താണ്? പ്രബോധന പ്രവർത്തനവുമായിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഖോദയിലേക്ക് ഇറങ്ങിപ്പോവുകയാണ്. അങ്ങനെ പോകുന്ന സമയത്ത് ഒരു നാട്ടിൽ ചെന്ന് വിട്ടു. അവിടെ അക്രമിയായ ഒരു രാജാവുണ്ടായിരുന്നു. ഇബ്രാഹിം നബിയുടെ കൂടെ തൻ്റെ ഭാര്യയുമുണ്ട്. വക്കാനത്ത് മിൻ അഹ്സനിൻ നാസ്, ഭാര്യ വളരെ ഭംഗിയുള്ള സൗന്ദര്യവതിയായിരുന്നു. അങ്ങനെ അക്രമിയായ ആ രാജാവിൻ്റെ നാട്ടിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമും ഭാര്യയും ചെന്നത് ആ നാട്ടിലെ ജനങ്ങൾ അറിയുകയും സംസാര വിഷയമായി അത് ആ നാട്ടിലെ ലാലിമായ അക്രമിയായ രാജാവിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തു. സുന്ദരിയായ ഒരു ഭാര്യ, ഒരു സ്ത്രീ ഇവിടെ എത്തിയിട്ടുണ്ട്, അത് താങ്കൾക്ക് അർഹതപ്പെട്ടതാണ്, അതുകൊണ്ട് ആ സ്ത്രീയെ താങ്കൾക്കാണ് വേണ്ടത് എന്ന് അദ്ദേഹത്തിൻ്റെ ആൾക്കാർ അദ്ദേഹത്തോട് പറഞ്ഞു. ഈ വിവരം ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഇബ്രാഹിം നബി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഇന്നി അയലമു ഫിൽ അർളി മുസ്ലിമൻ ഒയ്രിവ ഒയ്റക്കി, ഇന്ന് ലോകത്ത് മുസ്ലിമായിട്ട്, സത്യവിശ്വാസിയായിട്ട് ഞാനും നീയുമല്ലാതെ ആരുമില്ല. ഈ അക്രമിയായ രാജാവ് തന്നെ ഉപദ്രവിക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ ആൾക്കാർ ഒട്ടും താമസിയാതെ ഇവിടെ വരും. അപ്പോൾ നീ പറയണം, എൻ്റെ ഭാര്യയല്ല, ഇബ്രാഹിം എൻ്റെ സഹോദരനാണ് എന്ന് പറയണം. ഞാനും അങ്ങനെ തന്നെ പറയും, എൻ്റെ സഹോദരിയാണെന്ന്. നമ്മൾ സത്യവിശ്വാസികളെല്ലാം തന്നെ സഹോദര സഹോദരിമാരാണല്ലോ, ആ അർത്ഥത്തിൽ സഹോദരി എന്ന് പറയണമെന്ന് പറഞ്ഞു. അത് പറഞ്ഞു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആൾക്കാർ അതൊന്നും ചെവിക്കൊള്ളാതെ ഇബ്രാഹിം നബി സ്വലാമിൻ്റെ ഭാര്യയെ പിടിച്ച് കൊണ്ടുപോയി, ബന്ധനസ്ഥനാക്കി പിടിച്ച് കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഇബ്രാഹിം നബി സ്വലാത്തു വസ്സലാം പറഞ്ഞു, നീ ഒന്നുകൊണ്ടും തന്നെ പേടിക്കണ്ട, ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം. അങ്ങനെ അവർ ഇബ്രാഹിം നബിയുടെ ഭാര്യ സാറയെ അദ്ദേഹത്തിന് വേണ്ടി കൊണ്ടുപോയി. ഇബ്രാഹിം നബി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞല്ലോ. ഇബ്രാഹിം നബി സ്വലാത്തു വസ്സലാം നമസ്കരിച്ച് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. ആ നമസ്കാരം ഏതാണെന്നറിയോ? യുസല്ലി റക്കായത്തൈനി സബാഹൻ, യുസല്ലി റക്കായത്തൈനി സബാഹൻ മസായൻ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നമുക്ക് നമസ്കാരം നിർബന്ധമാക്കുന്നതിന് മുമ്പ്, നബുവത്തിൻ്റെ 8-ാം വർഷമാണല്ലോ നമസ്കാരം നിർബന്ധമാക്കിയത്, അതിനു മുമ്പ് തന്നെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമസ്കരിച്ചിരുന്നു. ആ നമസ്കാരം ഏതാണെന്നറിയോ നിങ്ങൾക്ക്? ശരീഅത്ത് ഇബ്രാഹിം, ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു വസ്സലാം നമസ്കരിച്ച ആ നമസ്കാരമായിരുന്നു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിന്തുടർന്നത്. പിന്നീടാണ് നമ്മൾ നമസ്കരിക്കുന്ന ഈ 5 നേരത്തെ നമസ്കാരം ഫറളാക്കിയത്. ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു വസ്സലാം പ്രാർത്ഥിച്ച് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടേയിരുന്നു, നമസ്കരിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടേയിരുന്നു. അങ്ങനെ ആ അക്രമിയായ രാജാവിൻ്റെ അടുത്തേക്ക് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ഭാര്യയായ സാറയെ കൊണ്ടുപോയി കാഴ്ചവെക്കുകയാണ്. സാറയും പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ആ ഭാര്യയെ പിടിക്കാൻ വേണ്ടി അക്രമിയായ രാജാവ് കൈ പൊക്കി ചെന്നപ്പോൾ അതിൻ്റെ കൈ രണ്ടും നിവരുന്നില്ല, കൈ ബന്ധനസ്ഥനാക്കിയതുപോലെ. അതുമാത്രമല്ല, കുഴഞ്ഞ് പിടഞ്ഞ് വീഴുകയും ചെയ്തു. കുറേ ശ്രമിച്ചിട്ടും കൈ പൊന്തുന്നില്ല, കൈ നീരുന്നില്ല. അപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ എന്നെ ഉപദ്രവിക്കുകയില്ല, എനിക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ ആ സ്ത്രീ പ്രാർത്ഥിച്ചു, സാറാബി പ്രാർത്ഥിച്ചു.
പ്രാർത്ഥനയുടെ ഫലമായിട്ട് വീണ്ടും പഴയതുപോലെയായി. വീണ്ടും സാറയെ ആക്രമിക്കാൻ പിടിക്കാൻ വേണ്ടി ശ്രമിച്ചു. അപ്പോൾ വീണ്ടും അങ്ങനെയായി. 3 തവണ ഇത് ആവർത്തിച്ചപ്പോൾ ആ മനുഷ്യൻ, അക്രമിയായ രാജാവ് തൻ്റെ ആൾക്കാരെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ എന്നെ കൊണ്ടുവന്നിരിക്കുന്നത് മനുഷ്യനെയല്ല, ഇത് ഒരു പിശാചാണ്. ഇതിനെ വേഗം ഇവിടെ നിന്ന് കൊണ്ടുപോകും. അവൾക്കൊരു ഹാദിമത്തിന്, ഒരു അടിമയെ നിങ്ങൾ കൊടുക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞു. ആ അടിമയാണ് ഹാജറ, ഇബ്രാഹിം നബിയുടെ 2ാമത്തെ ഭാര്യയായ ഹാജറ. ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടുന്നത്, പ്രാർത്ഥന, ആക്രമിക്കപ്പെട്ടവൻ്റെ പ്രാർത്ഥന അള്ളാഹു തആല സ്വീകരിക്കും. ഒരു പ്രവാചകൻ്റെ ഭാര്യയെയാണ് ആക്രമിക്കാൻ അവിടുത്തെ അക്രമി തയ്യാറായത്. ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു വസ്സലാം ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഭാര്യയും പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥന അള്ളാഹ് സ്വീകരിച്ചു. ഒന്നും തന്നെ ചെയ്യാൻ സാധിച്ചില്ല. ഇത്തക്കി ദഅവത്തിൽ മദ്ലൂം വലൈസ ബൈനഹാ ബൈനല്ലാഹിൽ ഹിജാബ്. ആക്രമിക്കപ്പെടുന്നവൻ്റെ പ്രാർത്ഥനയെ നിങ്ങൾ സൂക്ഷിക്കണം. ആക്രമിക്കപ്പെട്ടവൻ്റെയും ആക്രമിക്കപ്പെട്ടവൻ്റെയും ഇടയിൽ ഒരു മറയില്ല എന്ന് പറഞ്ഞാൽ, അല്ലാഹു തആല ആക്രമിക്കപ്പെട്ട മനുഷ്യൻ പ്രാർത്ഥിച്ചാൽ ആ സ്പോട്ടിൽ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുമെന്ന് അർത്ഥം. ആ ഉത്തരമാണ് നൽകിയത്. അങ്ങനെ ഇബ്രാഹിം നബിയുടെ ഭാര്യ ഒന്നും തന്നെ ഒരു മർദ്ദനത്തിനും പീഡനത്തിനും വിധേയമാകാതെ അദ്ദേഹം കൊണ്ടുപോയ അവർ തന്നെ നേരെ തിരിച്ച് ഇബ്രാഹിമിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് വെച്ചു. അപ്പോൾ ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു വസ്സലാം ചോദിച്ചു, ഫഖാല ലഹ മഹൈം, എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചു. ഫഖാലത്ത്, അപ്പോൾ സാറ പറഞ്ഞു, ഖൈർ, നല്ലത് മാത്രം. അദ്ദേഹത്തിന് എന്നെ ഉപദ്രവിക്കാൻ കഴിഞ്ഞില്ല. കഫല്ലാഹു യദുൽ ഫാജിർ, ആ ഫാജിറിൻ്റെ തമ്മാടിയിൽ നിന്ന് അള്ളാഹു എന്നെ രക്ഷപ്പെടുത്തി. വഹദമ ഖാദിമൻ, ഒരു അടിമയെയും തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ട് അബീ ഹുറൈറ പറയുകയാണ്, ഫതിൽക ഉമ്മുക്കും യാ ബനി മാഇസമായി, അറബികളുടെ മക്കളെ അവരാണ് നിങ്ങളുടെ ഉമ്മയായ ഹാജറ. അപ്പോൾ 3ാമത്തെ കളവ് ഇങ്ങനെ സ്വന്തം ആത്മരക്ഷയ്ക്ക് വേണ്ടിയാണ് പറഞ്ഞത്. 2ാമത്തെ കളവ് തൗഹീദിനെയാണ് വേണ്ടി പറഞ്ഞു. അത് നമുക്ക് ഖുർആനിൽ ഇങ്ങനെ കാണാം, ഫനളറ നളറത്തം ഫി നുജൂം. അവിടെയുള്ള വിഗ്രഹാരാധകരും മറ്റു ആൾക്കാരെല്ലാം അവരൊരു ആഘോഷത്തിന് പോകുന്ന സമയത്ത് ഇബ്രാഹിം നബിയെയും അവർ വിളിച്ചു. ഇബ്രാഹിം നബി പറഞ്ഞു, നളറത്തം ഫി നുജൂം, നക്ഷത്രത്തിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, ഫഖാല ഇന്നി സഖീം, ഞാൻ രോഗിയാണ്, നിങ്ങൾ പൊയ്ക്കോളൂ എന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു വസ്സലാമിന് ഒരു രോഗവും ഉണ്ടായിരുന്നില്ല. അത് ദാത്തില്ല, തൗഹീദിന് വേണ്ടിയാണ് ആ കളവ് പറഞ്ഞത്. അപ്പോൾ തവല്ലുവന്നു മുദ്ബിരീൻ, അങ്ങനെ അവരെല്ലാം തന്നെ ഇബ്രാഹിം നബിനെ പിന്തിരിഞ്ഞ് അവരൊഴിക്ക് പോയപ്പോൾ ഫറാഖയില ആലിഹത്തെയും, അങ്ങനെ അവരാരാധിച്ചിരുന്ന വിഗ്രഹങ്ങളടുത്തേക്ക്, ദൈവങ്ങളടുത്തേക്ക് ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു വസ്സലാം തിരിഞ്ഞു. ഫഖാല അലാ തഅക്കുലും, നിങ്ങളെന്താ ഒന്നും ഭക്ഷണമൊന്നും കഴിക്കാതെ അവരുടെ മുമ്പിലൊക്കെ അവരാരാധിക്കപ്പെടുന്ന ആ വിഗ്രഹങ്ങൾ, ആരാധ്യരെന്ത് ചെയ്തിട്ടുണ്ട്, ഭക്ഷണം അങ്ങോട്ട് കൊണ്ടേ കൊടുത്തിട്ട് ദൈവങ്ങൾക്ക്. ആ ഭക്ഷണം കണ്ടപ്പോൾ ഇബ്രാഹിം നബി ചോദിച്ചു, അലാ തഅക്കുലു, എന്താ നിങ്ങളൊന്നും ഭക്ഷിക്കാത്ത ചോദിച്ചു. മാലക്കും ലാ തന്തിക്കും, നിങ്ങൾക്ക് സംസാരിക്കാൻ അറിയില്ല, നിങ്ങൾ സംസാരിക്കുന്നുമില്ല എന്ന് ചോദിച്ചു. ഫറാ അലേഹിം ദർബം ബിൽയമീൻ. അതിന് ശേഷം ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു വസ്സലാം ഒരു മഴുവെടുത്തിട്ട് അവിടേക്ക് ചെന്നിട്ട് അവരെല്ലാവരെയും വെട്ടി കഷ്ണമാക്കിയിട്ടു. ഫഅഖ്ബലു യസിഫൂൻ, ഈ വിവരം ഉത്സവം കാണാൻ പോയ ബഹുദൈവ ആരാധകരായ ആൾക്കാർ അറിഞ്ഞ് അവർ ഓടി വന്നു. അപ്പോൾ ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ആ തഅബുദൂന മാ തൻഹിത്തൂൻ, നിങ്ങൾ ആരാധിക്കുന്ന ദൈവങ്ങൾ, നിങ്ങൾ തന്നെ ചെത്തി ഉണ്ടാക്കിയ ദൈവങ്ങൾ നിങ്ങൾ ആരാധിക്കുന്നത്. വല്ലാഹു ഹലക്കക്കും വമാ തഅമലൂൻ, അള്ളാഹു നിങ്ങളെയും നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളെയും സൃഷ്ടിച്ചവനാണ് അള്ളാഹു എന്ന് ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു വസ്സലാമും അവരോട് പറയുകയുണ്ടായി. അങ്ങനെ ഫജഅലു ജുസാദം ഇല്ല കബീറൻ ലഹും ലഅല്ലഹും ഇലൈഹി യർജിഊൻ, എല്ലാ വിഗ്രഹങ്ങളെയും തച്ചുടച്ച് വലിയ വിഗ്രഹത്തിനെ മാത്രം ഒഴിവാക്കി നിർത്തി അതിൻ്റെ കഴുത്തിൽ ഒരു ചെറിയ മഴുവും വെച്ചിരുന്നു. എന്തിനു വേണ്ടിയില്ല, എല്ലാവരും മെറിജും അവർ ചിന്തിക്കുവാനും മടങ്ങുവാനും വേണ്ടിയാണ് ഇബ്രാഹിം നബി യുക്തിപൂർവ്വം ഈ പ്രവൃത്തി ചെയ്തത്. പക്ഷേ അവരിത് കണ്ടു, അവർ ചർച്ച ചെയ്തു. അവർ പറഞ്ഞു, മൻ ഫഅല ഹാദ, ആരാണിത് ചെയ്തത്? നമ്മളെ ആരാധിക്കുന്ന ദൈവങ്ങളൊക്കെ തച്ചുടച്ച് വലിയ ദൈവത്തിൻ്റെ കഴുത്തിൽ മഴുവും വെച്ച് ഈ പ്രവൃത്തി ഹീനകൃത്യം ചെയ്തതാരാണ്? മൻ ഫഅല ഹാദ ബി ആലിഹത്തിന ഇന്നഹു ലമിനൽ ളാലിമീൻ, ഇത് ചെയ്തവൻ ഏറ്റവും വലിയ അക്രമി തന്നെയാണ്, അവനെ പിടികൂടണം.
ഖാലു അവർ പറഞ്ഞു സെമിഇന നമ്മൾ കേൾക്കുന്നുണ്ട് കുറച്ച് ദിവസം കാലങ്ങളായിട്ട് ഫത്തൻ ഒരു യുവാവിനെക്കുറിച്ച് എദ്കുറുഹു അവൻ്റെ പേര് യുക്കാലുഹു ഇബ്രാഹിം എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ നമ്മൾ ആരാധിക്കുന്ന ദൈവങ്ങളൊക്കെ വിമർശിച്ചും പരിഹസിച്ചും കൊണ്ട് നടക്കുന്നുണ്ട്. അവനാണ് ഈ പണി പറ്റിച്ചിരിക്കുന്നതെന്ന് ചർച്ച ചെയ്തു. ഖാലു ഫൗത്തൂബി അല അയുനിന്നാസ് എല്ലാവരും പിടിച്ച് ജനങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുപോയി എല്ലാവരും ഒന്ന് കാണട്ടെ. ഖാലു ഫൗത്തൂബി അയുനിന്നാസ് ഫല അല്ലഹും യശ്ഹദൂൻ എല്ലാവരും ഒന്ന് കാണാൻ വേണ്ടിയിട്ട് കൊണ്ടുവരിക എന്ന് പറഞ്ഞു. ഖാലു അവർ കൊണ്ടുവന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവർ കൊണ്ടുവന്നു. എന്നിട്ട് ആ അന്ത ഫാൽത്ത ഹാദ യാ ബിആരിയത്തിൻ യാ ഇബ്രാഹിം ഞങ്ങളെ ദൈവങ്ങളെ ഈ വെട്ടിമുറിച്ച് ഇങ്ങനെ ഇട്ട് നീയാണോ ആ അന്ത ഫാൽത്ത നീയാണോ ചെയ്തത്? ഖാല ഇബ്രാഹിം നബി പറഞ്ഞു ബൽ ഫഅലഹു കബീറുഹും അതാണ് ഒരു കളവ് കേട്ടോ. ആ വലിയ വിഗ്രഹമാണ് വലിയ ദൈവമാണ് അത് ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ മഴക്കല്ലേ ആ ദൈവമാണ് ഇതൊക്കെ ചെയ്തിരിക്കുന്നത്. ഹാദാ ഫസ്അലൂഹു ഇൻ ഖാനു യന്തിഖൂൻ നിങ്ങൾ ചോദിച്ചു നോക്കിയും സംസാരിക്കാൻ കഴിയുകയാണെങ്കിൽ അവർ പറയട്ടെ ഞങ്ങളിതൊക്കെ ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ രണ്ടാമത്തെ കളവും ദാത്തില്ലായി അള്ളാഹുടെ ദാത്തിന് വേണ്ടി തൗഹീദിന് വേണ്ടിയാണ് പറഞ്ഞു. ഫറജൗ ഇല അൻഫുസിഹിം അവർ സ്വയം മനസ്സിൽ മടങ്ങി അവർ എന്ത് ഫഖാലു ഇന്നക്കും വന്തുല്ലാഹു അവർ തന്നെ പറഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും അക്രമികൾ തന്നെയാണ് നമ്മളെന്ന് അവർ തന്നെ പറഞ്ഞു. കാരണം സംസാരിക്കാൻ അറിയാത്ത ഉപദ്രവം ചെയ്യാൻ അറിയാത്ത ഈ വിഗ്രഹങ്ങളെല്ലാം ആരാധിക്കുകയും സുമ്മ നുക്കിസു വല റുഊസിഹിം അവർ ലജ്ജിച്ച് തല താഴ്ത്തി ലക്കത് അലിംതമാ ഹാവുലായി എന്തിക്കും ഇവർ സംസാരിക്കുകയില്ല എന്ന് നിങ്ങൾക്കറിയുകയില്ലേ എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അവരോട് ചോദിച്ചു. ഖാല വ തഅബുദൂന മിൻ ദൂനില്ലാഹി മാല എൻഫൗക്കും ഷെയ്യൻ വല യദുറുക്കും ഉപകാരവും ഉപദ്രവവും ചെയ്യാൻ കഴിയാത്ത ഈ ആലിയ ദൈവങ്ങളെയാണോ നിങ്ങൾ ആരാധിക്കുന്നതെന്ന് ഇബ്രാഹിം നബി അവരോട് ചോദിച്ചു. ഉഫില്ലക്കുമാ നിങ്ങൾക്ക് നാശം വഴിമ തഅബുദൂന മിൻ ദൂനില്ലാഹി അള്ളാഹുവിനെ കൂടാതെ നിങ്ങൾ ആരാധിക്കുന്ന ദൈവങ്ങളെ ഇതിന് നിങ്ങൾക്ക് സകല നാശവും. ഉഫില്ലക്കും മിൻ ദൂനില്ലാഹി അഫലാ തഅഖിലൂൻ നിങ്ങൾ ചിന്തിക്കുന്നതിന് വേണ്ടിയാണ് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഉത്തരം മുട്ടിയപ്പോൾ ഖാലു അവർ പറഞ്ഞു ഹരിക്കൂ വൻസുറു ആലിയത്തുക്കും ഇൻകുന്തും ഫായിലിൻ നിങ്ങൾ ചെയ്യേണ്ട എന്താണ് ഇബ്രാഹിമിനെ പിടിച്ചു കൊണ്ടുവരിക അവനെ തീയിലിട്ട് കരിക്കുക അങ്ങനെ നമ്മുടെ ദൈവങ്ങളെ നമ്മൾ സഹായിക്കുകയും ചെയ്യുക. ഖാലു ബനൂലഹും ബുൻയാന അങ്ങനെ അവർ ഇബ്രാഹിം നബിയെ ശിക്ഷിക്കാൻ വേണ്ടി ഒരു വലിയ തീക്കുണ്ടാരം ഇട്ടു. ഫൽഖൗഹു ഫിൽ ജഹീം അങ്ങനെ ആ തീക്കുണ്ടാരത്തിലിട്ടപ്പോൾ അള്ളാഹു പറഞ്ഞു കുൽനാ നാറു കൂനി ബർദം വസ്സലാമൻ അലാ ഇബ്രാഹിം ഇബ്രാഹിം നബിയുടെ മേൽ ബർദായിരിക്കണം തണുപ്പായിരിക്കണം പൊള്ളുക എന്നുള്ള ആ ഗുണം അങ്ങോട്ട് എടുത്തു മാറ്റിയിട്ട് ഇബ്രാഹിം നബിക്ക് നല്ല തണുപ്പും ഗുണവും രക്ഷയും കിട്ടി. അങ്ങനെ അവരുടെ ഫറാദു കൈതൻ ഫജഅൽനാഹുൽ അഖ്സീൻ അവരുടെ ആ ചതിയിൽ നിന്ന് അല്ലാഹു തആല ഇബ്രാഹിം നബിയെ രക്ഷപ്പെടുത്തുകയും എല്ലാം നഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തിൽ പെടുത്തുകയും ചെയ്തു. ഇതാണ് ഇബ്രാഹിം നബിയുടെ 3 കളവിനെക്കുറിച്ച് ഖുർആനിൽ പറയുന്നത്. ഹദീസിൽ പറയുന്ന 3 കളവ് 2 ദാത്തില്ലായി 1 സ്വന്തം ശരീരത്തിൻ്റെ നെഫ്സിനും വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഇതുകൂടി നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു തആല ഇബ്രാഹിം നബിയുടെ കൂടെ നമുക്കെല്ലാവർക്കും സ്വർഗത്തിൽ പോകുവാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനത വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. വാഹിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.